ആയിക്കോട്ടെ, ഇന്ന് ഇതേപോലുള്ള ഒരു അടിപൊളി സവാള സ്നാക്സ് ആണ് തയ്യാറാക്കുന്നത്. എന്നല്ല ഇതെങ്ങനെയാണ് തയ്യാറാക്കണേ നോക്കാം. അപ്പോൾ ഇത് ഉള്ളിവടയല്ല, ഉള്ളിവടയുടെ വേറൊരു വെർഷനാണ്. അപ്പോൾ വീഡിയോയിലേക്ക് പോവാം. ആയിക്കോട്ടെ, സെലംബ്ലോസിലേക്ക് സ്വാഗതം. ഇന്ന് ഒരു സ്നാക്സ് തയ്യാറാക്കാം. അതിനായിട്ട് 2 സവാള, ഇതേപോലെ വലിയ 2 സവാളയാണ് എടുത്തിരിക്കുന്നത്. ഇതിനെ ഇനിയൊന്ന് കട്ട് ചെയ്തെടുക്കണം. ഞാൻ തോടൊക്കെ കളഞ്ഞ് കഴുകിയെടുത്തതാണ്. ഇതല്ല, ഇപ്പൊ കട്ടിംഗ് ബോർഡ് ഉണ്ടെങ്കിൽ കട്ടിംഗ് ബോർഡ് വെച്ച് കട്ട് ചെയ്തെടുത്താലും മതി. 3 ടേബിൾ സ്പൂൺ റവ എടുത്തിട്ടുണ്ട്. അതിൽ കുറച്ച് വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒരു ശകലം മഞ്ഞൾപ്പൊടി, ഒരു മുട്ട പൊട്ടിച്ച് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഇനി ഇതിനെ ഒന്ന് ഉരുട്ടിയെടുക്കാം. അതിനായിട്ട് ആദ്യം കയ്യിൽ ശകലം ഓയിൽ തേച്ച് കൊടുക്കുക. ഞാൻ ഇവിടെ 2 മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോഴേ വെള്ളം ചേർത്ത് കൊടുക്കണ്ട. അപ്പോഴേ ഇരിക്കുന്നതോറും സവാളയിലെ വെള്ളം ഇങ്ങനെ ഇറങ്ങിക്കൊണ്ടിരിക്കും. അപ്പോഴത് പ്രത്യേകം ശ്രദ്ധിക്കുക. പിന്നെ മാവിന്റെ അളവ് നിങ്ങളെ താല്പര്യത്തിന് അങ്ങോട്ടും ഇങ്ങോട്ടും മാവൊക്കെ മാറ്റി കൊടുക്കുക. സവാളയുടെ വലിപ്പം അനുസരിച്ചൊക്കെ മാവില് മാറ്റം വരും. തീരെ ഒട്ടി പിടിക്കണില്ലെങ്കിൽ കുറച്ച് മാവ് കൂടെ, കടലമാവ് കൂടെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പോഴും നമ്മുടെ സ്നാക്സ് ഉണ്ടല്ലോ, അടിപൊളിയാണ്. ഇതിനെ ഒന്ന് പൊട്ടിച്ച് നോക്കാം. ഇതെല്ലാം എൻ്റെ അകം നല്ല സോഫ്റ്റും പുറം നല്ല ക്രിസ്പി ആയിട്ട് വന്നിട്ടുണ്ട്. കിടുക. അപ്പൊ ഇത് ഉള്ളിവടയല്ല, ഉള്ളിവടയുടെ വേറൊരു വെർഷനാണ്. ഉള്ളിവടയിൽ മുട്ടയൊന്നും ചേർക്കില്ലല്ലോ. അപ്പൊ എല്ലാവരും ചെയ്ത് നോക്കാം, തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാമെന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും താങ്ക്സ്. അതുപോലെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഇനി സപ്പോർട്ടാവും. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാമെന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും താങ്ക്സ്.